എല്ലാവരും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാനിന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ നമ്മുടെ വോട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഇടുന്നുള്ള കാര്യം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ആണ്. ഈസിയാണ് തയ്യാറാക്കാൻ, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിലെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിസ്ക്കറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് പാർട്ടിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രണ്ട് രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. അതായത് ഓവനിലും അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അടുപ്പിലും പാത്രത്തിലും ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ഉണ്ടാക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഫീഡ്ബാക്ക് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് റെസിപ്പിയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ വീഡിയോന്റെ താഴെ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മറ്റുള്ളവർ കാണുമ്പോൾ ഫീഡ്ബാക്ക് കണ്ടിട്ടാണല്ലോ, എന്താ പറയുക, റിവ്യൂ കണ്ടിട്ടാണ് പലരും ഇത് ഉണ്ടാക്കണേന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്. പ്രത്യേകിച്ച് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന നാടൻ ചേന മെഴുക്ക് പുരട്ടി, അതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്ന 2 ലെയർ കട്ടൻ കാപ്പി, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഉള്ളി ചിക്കൻ, പിന്നെ ബീഫ് കായ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ പറഞ്ഞൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ, ഇതെല്ലാം തയ്യാറാക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ ഒട്ടും താമസിച്ചില്ല, നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട കസ്റ്റേർഡ് പൗഡർ കുക്കീസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള അതേസമയം കുട്ടികളുടെ പ്രിയപ്പെട്ട ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അളവും പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. മൈദ 1 കപ്പ്, അതായത് 150 ഗ്രാം. ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 10 ടേബിൾ സ്പൂൺ അളന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. കസ്റ്റേർഡ് പൗഡർ വാനില ഫ്ലേവർ. ഇപ്പം ഞാനിത് ഫോസ്റ്റർ ക്ലാക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏത് കമ്പനിയുടെ പൗഡറാണുള്ളത് അത് ഉപയോഗിക്കുക. എന്ന് പറയുന്നത് 77.5 ഗ്രാം, അതായത് ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ കേട്ടോ. അത് ഞാനിവിടെ ഓൾറെഡി അളന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ഉള്ള സ്റ്റാൻഡേർഡ് സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് 1 ടേബിൾ സ്പൂൺ കേട്ടോ. 3 ടീസ്പൂൺ കൂടിയതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതുപോലത്തെ 6 ടേബിൾ സ്പൂണാണ് ഈ കസ്റ്റേർഡ് പൗഡർ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 10 ടേബിൾ സ്പൂണാണ് മൈദ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐസിങ് ഷുഗറാണ്. നിങ്ങളുടെ അടുത്ത് ഐസിങ് ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഷുഗർ പൊടിച്ചാലും മതിയാവും. ഐസിങ് ഷുഗർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഐസിങ് ഷുഗറിൻ്റെ അളവ് 8 ടേബിൾ സ്പൂണാണ്, അതായത് 100 ഗ്രാം. അപ്പോൾ ഇത് അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ സാധാരണ പഞ്ചസാര പൊടിച്ചിട്ട് 8 ടേബിൾ സ്പൂണായിട്ട് അളന്ന് വെക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടറിൻ്റെ അളവ് 125 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ അളന്ന് ഞാൻ കറക്റ്റായിട്ട് എത്ര ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഇപ്പം മുട്ട നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ മുട്ട കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാം. മുട്ട ഇല്ലെങ്കിൽ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വാനില എസൻസ്, അതുപോലെ തന്നെ അല്പം ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റേർഡ് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് ബട്ടർ ഒഴിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബട്ടറിൻ്റെ കണക്ക് പറഞ്ഞുതരാം. അളന്ന് നോക്കിയിട്ട് എത്ര ടേബിൾ സ്പൂൺ ഉണ്ടെന്നുള്ള കാര്യം. 8 ടേബിൾ സ്പൂൺ ബട്ടർ കേട്ടോ. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബട്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബട്ടറിലോട്ട് നമുക്ക് ഐസിങ് ഷുഗർ കുറച്ച് ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരുമിച്ചിട്ടുണ്ട്. ഐസിങ് ഷുഗർ എപ്പോഴും ചെറിയ എമൗണ്ടിൽ ഇടുക. അതിനുശേഷം ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇട്ടിട്ട് കംപ്ലീറ്റ് ഐസിങ് ഷുഗർ നമുക്ക് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിലങ്ങ് അലിയണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഫോർക്ക് വെച്ച് ചെയ്യുന്നത്. ഫോർക്കാണ് എപ്പോഴും നല്ലത് സ്പൂണിനേക്കാളും. പെട്ടെന്ന് തന്നെ അതങ്ങ് മിക്സ് ആയിക്കോളും. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ സാധാരണ ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഐസിങ് ഷുഗറിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ കാണാത്തൊരു കാണാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഐസിങ് ഷുഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു നുള്ളു മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉപ്പ് വേണം നമുക്ക്, എന്നാലാണ് അത് കറക്റ്റായിട്ടുള്ള ഒരു മധുരം ക്രമീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിലോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ്
മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആയിട്ടുള്ള കൈ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന കാരണം അവസാനം കൈ വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇത് കുഴച്ച് കൊടുക്കാം. കുഴയ്ക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് അങ്ങ് കുഴയ്ക്കാൻ പാടില്ല. അതായത് നല്ല ബലം പ്രയോഗിച്ച് കുഴയ്ക്കേണ്ട, നമ്മൾ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി ഇത്. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു പൂരിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴയ്ക്കുക. നിങ്ങൾ അതിനുള്ള മുകളിൽ ശക്തി മുഴുവൻ പ്രയോഗിക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ബട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട. ഈ ഒരു പരുവാണ്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉരുളെടുക്കുക. അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് എന്നിട്ട് ഇത് പ്രസ് ചെയ്യുക. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റാണെന്നാണ് അതിൻ്റെ മീനിങ്. പറഞ്ഞ അളവുകളിൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതുപോലെ ഇരിക്കണം നമ്മുടെ മാവ്, മനസ്സിലായില്ലേ? അപ്പോൾ അഥവാ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഇച്ചിരി ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. അതേപോലെ തന്നെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു അല്പം മൈദയോ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു പരുവായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. എൻ്റെ ഉള്ള ടേബിൾ സ്പൂൺ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിലും വെയിറ്റ് കണക്ക് പറയുകയാണെങ്കിലും ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇതിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ മധുരം നോക്കണം. മധുരം നോക്കിയിട്ട് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ബേക്ക് ചെയ്യുമ്പോൾ മധുരം കുറയാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ഇച്ചിരി മധുരം മുന്നോട്ട് നിൽക്കുമ്പോഴാണ് ബേക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മീഡിയം മധുരമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും പഞ്ചസാര കൂട്ടിയിടണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അപ്പോഴേക്കും നമുക്ക് നമ്മൾ ഓവനും അതുപോലെ തന്നെ പാത്രവും പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതങ്ങ് പ്രസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് 2 തരത്തിൽ ബേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടും മറ്റൊന്ന് ഓവനിൽ വെച്ചിട്ടും. അപ്പോൾ ആദ്യം അടുപ്പത്ത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഇതിനു മുമ്പ് ഞാൻ സ്പോഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് തന്നെ. പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ. പക്ഷേ കുക്കറിനേക്കാളും എനിക്ക് താല്പര്യം ഇതേപോലെ അടി കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യാനാണ്. ഇതിപ്പോൾ ഒരു നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നല്ല കട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിൽ ഉപ്പിടുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഉപ്പിട്ടതിന് ശേഷം ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന്. ശരി, ഉപ്പ് വേണ്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഞാനിപ്പോൾ ഇത് നമ്മുടെ കുക്കർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അലുമിനിയത്തിൻ്റെ കുക്കർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രമില്ലേ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ താഴത്തെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ആ പാത്രം ഡയറക്റ്റായിട്ട് മുട്ടാൻ പാടില്ല. അപ്പോൾ അത് മുട്ടാതിരിക്കാനാണ് അതിൻ്റെ മേലെയായിട്ട് ആദ്യം വേറൊരു പാത്രം വെച്ചിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ പാത്രം വെക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഞാൻ ബിസ്ക്കറ്റിൻ്റെ പാത്രം വെക്കും. അപ്പോൾ ഇതിൽ ബിസ്ക്കറ്റ് ഇല്ല, ബിസ്ക്കറ്റ് റെഡിയാക്കുമ്പോൾ പാത്രം വെക്കും. ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ട്രേ ആണ് ഉപയോഗിക്കുന്നത്. കേക്കിൻ്റെ ട്രേയിൽ ഞാൻ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്, അതായത് ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചാലും മതിയാവും. എന്തെങ്കിലും ഒന്ന് വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് ഈ പാത്രത്തിൽ നിന്ന് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതേപോലത്തെ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ അത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ കേക്കിൻ്റെ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണെങ്കിലും വെച്ചാൽ മതി. ഏത് പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വലിയ പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം വെച്ചോളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ പാത്രത്തിൽ വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ ഒരു കുറേ പ്രാവശ്യം നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. കാരണം കുറച്ചല്ലേ ഇതിൽ കൊള്ളുള്ളൂ. പക്ഷേ ഞാൻ കൂടുതലും ബിസ്ക്കറ്റൊക്കെ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഓൺ ചെയ്യാം. അപ്പോൾ ഈ പാത്രം 15 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലോണം അങ്ങ് ചൂടായിക്കോളും. ആ ചൂടായിട്ടുള്ള പാത്രത്തിൽ വേണം നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കുക മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഇനി നമുക്ക് ഓവനിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പാനസോണിക്കിൻ്റെ ഓവനാണ്. ഇതിലിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പറ്റും, ബേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വല്ലപ്പോഴും മാത്രമേ സംഭവം യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഞാൻ ബേക്കിംഗ് ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓവൻ യൂസ് ചെയ്യാന്ന്. അത് ഞാൻ വേറെ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവൻ്റെ ഉള്ളിലത്തെ ഈ ഗ്ലാസ് ഇല്ലേ, ഇത് റിമൂവ് ചെയ്യണം. കാരണം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ പാത്രം വലുതാണ്. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. ഈ ഗ്ലാസിൻ്റെ സംഭവം റിമൂവ് ചെയ്യണം. അതിനുശേഷം ഈ സംഭവം ഇതും എടുത്ത് മാറ്റാം.
പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഓവൻ നല്ല ക്ലീൻ ആണെന്ന് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട്, ചെറിയൊരു എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ ഐറ്റമൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് പുക വരാൻ തുടങ്ങും. പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫയർ അലാം അടിച്ചിട്ടല്ല ഒരു ഓടി കൂടുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല തുണി വെച്ചിട്ട് ആദ്യം വെറ്റായിട്ടുള്ള തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. അതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് ഒട്ടും തന്നെ ഇതിൽ അഴുക്കില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രം പ്രീഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ആ ഗ്ലാസ് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിന് ശേഷം ഇതിൽ മുകളിലോട്ട് ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഓവൻ വാങ്ങിച്ചപ്പോൾ ഒരു ഗ്രില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ഗ്രില്ല് തൽക്കാലം വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് നന്നായിട്ട് പ്രീഹീറ്റ് ആവട്ടെ, നന്നായി ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇത് റെഡിയാക്കിയിട്ട് ട്രേ വെച്ച് കൊടുത്തിട്ട് അങ്ങ് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ മൈക്രോ പവർ, ഗ്രില്ല്, കൺവെൻഷൻ ബേക്ക് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതിൽ കൺവെൻഷൻ ബേക്കിൽ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ 150 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 160 ഡിഗ്രിയിലാണ് ഇത് പ്രീഹീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കൺവെൻഷൻ ബേക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ 160 ഡിഗ്രി ആയിട്ട് മാറി. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ അടിച്ചു കൊടുത്താൽ മതി. അതിപ്പോൾ ഈ പ്രീഹീറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് പ്രീഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും. പക്ഷേ ചില ഓവനിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര മിനിറ്റ് പ്രീഹീറ്റ് ടൈമാണോ അതും അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് മാത്രം പ്രസ് ചെയ്തിട്ടുള്ളൂ. അത് പ്രീഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആയിക്കോളും. മറ്റേതാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ 10 മിനിറ്റ് അടിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് എടുക്കുക. ആദ്യം ഇതുപോലെ ഒരു ഉരുള എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഉരുട്ടുക. ഓക്കെ, ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ടത് ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുക്കുക. ആ പഞ്ചസാരകളൊന്ന് റോൾ ചെയ്യുക. 2 സൈഡും റോൾ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിൽ വെക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് എടുക്കുക. ആ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് പോലത്തെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് വെക്കുമ്പോൾ സ്പേസ് വിട്ടിട്ട് വെക്കണം. കാരണം ഇച്ചിരി ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ സൈസ് കൂടും. അതുകൊണ്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമുക്ക് ബിസ്ക്കറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാൻ. ഓക്കെ, ഒരു ഉരുളി എടുക്കുക. നല്ലോണം ഒട്ടും ക്രാക്ക് ഇല്ലാണ്ട് വേണം നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ, ഉരുട്ടിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പഞ്ചസാരയുടെ ഉള്ളിൽ പഞ്ചസാര ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ, തരിയുള്ള പഞ്ചസാരയാണ്. പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോർക്ക് വെച്ച് പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഫോർക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സൈസാണ് ഇഷ്ടം. അപ്പോൾ ഓവറായിട്ട് തിക്കാവാൻ പാടില്ല നമ്മുടെ ബിസ്ക്കറ്റ്. അത്യാവശ്യം ഈ ഒരു ഷേപ്പ്, ഈ ഒരു സൈസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതുപോലെ നമുക്ക് മൊത്തത്തിലെല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പം നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിള്ളാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ലിക്വിഡ് കുറവാണെന്നാണ്. കാരണം ഡ്രൈ ആകുമ്പോഴാണ് അങ്ങനെ വിള്ളൽ വരിക. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇച്ചിരി കൂടെ അതിലേക്ക് ബട്ടറോ ഓയിലോ കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ വെറ്റായിക്കോളും നമ്മുടെ മാവ്. അത് എല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിണ്ട് വരും. നമ്മൾ എങ്ങനെയാണെങ്കിലും നമുക്ക് അതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 12 ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. അത് പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് 160 ഡിഗ്രിയിലായിരുന്നു. പക്ഷേ നമുക്ക് ബേക്ക് ചെയ്യേണ്ടത് 170 ഡിഗ്രിയിലാണ്. 170 ഡിഗ്രിയിൽ നമുക്ക് 15 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 170 ഡിഗ്രി അടിച്ചു കൊടുക്കുക. അതിന് ശേഷം 10 മിനിറ്റ് അടിച്ചു. പിന്നെ വീണ്ടും ഒന്നിൻ്റെ അപ്പോൾ 5, അപ്പോൾ 15 മിനിറ്റ് ആയി. 15 മിനിറ്റ് നമുക്ക് 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാം. പക്ഷേ ഓരോ ഓവൻ അനുസരിച്ചും ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കോളൂ എന്തായിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിനനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ് 170 ഡിഗ്രിയിൽ അങ്ങ് ബേക്ക് ചെയ്യും. അതിനുശേഷം ഓഫ് ചെയ്തിടും. അപ്പോൾ നിങ്ങൾ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ആ സെറ്റിങ്സ് മാറ്റാൻ മറക്കരുത്. ഇതിലിപ്പോൾ 12 എണ്ണമൊന്നും കൊള്ളില്ല. എന്നാൽ പോലും വലിയ പാത്രം ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ വെക്കാം കേട്ടോ. പഞ്ചസാരയിൽ മുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ പഞ്ചസാരയിൽ മുക്കിക്കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മൊത്തത്തിൽ ആ പാത്രം ഫില്ലാവുന്ന വരെ നമുക്ക് വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കണം. എന്നാൽ അല്ലെങ്കിൽ ആ ബിസ്ക്കറ്റ് അങ്ങോട്ട് ഇങ്ങനെ കൂട്ടിമുട്ടും. ബേക്ക് ആയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ 8 എണ്ണം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. പാത്രം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പതുക്കെ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം ഇതേപോലെ തന്നെ
കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 16 ഉണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ ഞാൻ കാണിച്ച അളവിൽ നിന്ന് നമുക്ക് 36 ബിസ്ക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതോടുകൂടി തന്നെ പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇത് കുറച്ച് ചൂടോടുകൂടി ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ആ പേപ്പറിൽ നിന്ന് വിടിയിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് വേറൊരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ട്രെയിൽ നിന്ന് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പറോട് കൂടിയിട്ട് ബിസ്ക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വീണ്ടും ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ഓവൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം പ്രീ ഹീറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് നോക്കണം കേട്ടോ. ഞാൻ 15 മിനിറ്റ് ആയിട്ടും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ആവണം. കാരണം അടുപ്പും ഓവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ബാച്ച് നമുക്ക് ഇതിന്ന് എടുക്കാം. വേണ്ട, ഇത് എടുക്കുമ്പോൾ വെയിറ്റ് നല്ല കുറവായിരിക്കും. ഉള്ളിൽ ഇങ്ങനെ കാണാം കുത്തായിട്ട്. ഇത് കഴിച്ച് നോക്കാം. നന്നായി കുക്കായിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. അരേ വാ, എന്താ രുചി എന്ന് പറയാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാവും. നല്ലതായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെ നല്ല തകർച്ചയുണ്ട്, നല്ല സോഫ്റ്റാണ്. കറക്റ്റ് ടെക്സ്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു പരുവം. ഓക്കെ. എന്താ പറയുക, പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആണിത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവനിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ നമ്മളിതിങ്ങനെ എടുക്കാൻ പാടില്ല. ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് അങ്ങ് ഒട്ടിപ്പിടിക്കൂടെ. ആ പോയിന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചത് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അടുപ്പിൽ വെച്ച് പാത്രത്തിൽ വെച്ച് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടൈം എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ 20 മിനിറ്റാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ കറക്റ്റ് ഗോൾഡൻ കളർ വരാൻ. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിനി എടുക്കാം. അപ്പോൾ പാത്രത്തിലും ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്, ഓവനിലും റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി 4 ബിസ്ക്കറ്റ് മാത്രം ബാക്കിയുള്ളൂ. അതും ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഈസി പീസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീണാസ് കറിവേൾഡ് സ്പെഷ്യൽ കസ്റ്റേർഡ് കുക്കീസ്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മാമ്പഴ പുളിശ്ശേരി, മീൻകറി, കായ മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി, സാമ്പാർ, ബീറ്റ്റൂട്ട് ബീഫല്ല, സാമ്പാർ, ചോറ്. പപ്പടം വറുത്തില്ല, മീൻ വറുത്തിട്ടില്ല, വെണ്ടയ്ക്ക വറുത്തിട്ടില്ല. അത് രാത്രിക്ക് ആക്കാൻ. അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നു. അതിന്റെ ആഘോഷത്തിലാണ്. അതോ സ്റ്റിൽ കോൾഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പുതപ്പെടുക്കുക. മനസ്സിലായോ? അതെടുത്തിട്ട് ഭക്ഷണത്തിലേക്ക് കണക്ട് ചെയ്യാൻ. ഒരു പപ്പടം തന്നെ പലയിടത്ത് വയ്ക്കും. ഇതൊക്കെയാണ് സമ്പാദ്യങ്ങളല്ലേ? ഇതൊക്കെയാണ് സമ്പാദ്യങ്ങൾ. പപ്പായ, പപ്പായ, കൊടപ്പൻ, പപ്പടം, 3 കെട്ട് പപ്പടം, കുറെ കായുണ്ട്, പഴുപ്പിക്കാനുള്ള ചാരക്കടച്ചി, കായകള്. കുഷ്യ മാറ്റി വെച്ചിരുന്ന അച്ഛൻ, കുഷ്യൻ അവിടെ മാറ്റി വെച്ച സുഖമായിട്ട്. പച്ചമാങ്ങ. പിന്നെ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ചപ്പം ഉണ്ടോ ചേച്ചി, അച്ചപ്പിടും. ഇതില്ലാത്തതുകൊണ്ടാണ് മക്കൾ അച്ചപ്പിടാതിരുന്നത്. അതുകൊണ്ട് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അച്ചപ്പത്തിന്റെ അച്ച്. പിന്നെ അതുപോലെ അച്ചപ്പം പ്രതീക്ഷിക്കാം. അതെ, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട്. പിന്നെ എന്നിട്ടത് തിമ്പി, ക്രിസ്മസ് അച്ചപ്പം, മാമ്പഴപ്പുളിശ്ശേരിയുടെ മാങ്ങ അമ്മ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പയറ്, മണിപ്പയറ്, കൂർക്ക ഉണ്ട്. പിന്നെ എന്തൊക്കെ കൊറേ ചിപ്സ് ഐറ്റംസ് ഉണ്ട്, മുറുക്ക്, അതുപോലെ തന്നെ എന്തൊക്കെ കൊക്കുവട, കൊള്ളി ഐറ്റംസ്. ഇതൊക്കെയാണ് പിള്ളേർക്ക് സ്പെഷ്യൽ ആയിട്ട് ജിലേബി. ഇത് എന്റെ മോന്റെ ഫേവറേറ്റ് ആണ്. ചോല ലഡു.
അതെല്ലാം കിട്ടില്ല. ഇത് അവയ്ക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ ജിലേബി. ഇതൊക്കെയാണ് സ്വത്ത്. അപ്പൊ എല്ലാവർക്കും സമാധാനം എന്ന് വിശ്വസിക്കുന്നു. വീടിച്ചി നാട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നും കാണിച്ചില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനമ്മ വന്നപ്പോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്റെ കണ്ട് സന്തോഷിക്കുക കേട്ടോ. അപ്പൊ ബാക്കി റെസിപ്പീസ് ഒക്കെ ഞാൻ പതുക്കെ ഇടുന്നതായിരിക്കും. കുറച്ച് ഡിലേ ഉണ്ടാവും. ഓക്കെ ടാറ്റാ. എന്നാലും കേട്ടോ